കൂട്ടുകാരെ ഹോം ടിപ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബ്ലൗസിൻ്റെ ബാക്ക് ഭാഗം പണിയൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കഴുത്ത് പിടിപ്പിക്കുന്ന പണിയാണ്. കഴുത്ത് നമ്മൾ ക്യാൻവാസിൽ വെട്ടിയിട്ട് വേണം വെക്കാൻ. അപ്പോൾ അത് എങ്ങനെയാണ് വെക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിൽ ഇതുപോലെ ഒരു കോണിനൊരു പീസൊക്കെ കൊടുത്ത് ഇതുപോലെ ഒരു വള്ളിയൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ കഴുത്തും കൂടെ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ട് നോക്കാം. അപ്പോൾ ഇതിനെ ഞാൻ പുറം മറച്ച് വെച്ചതാണ്. 2 മടക്കാക്കിയിട്ട് മറച്ച് വെച്ച് ക്യാൻവാസോടെ എടുത്ത് വെച്ചിട്ട് പേപ്പർ ക്യാൻവാസിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതിന് കഴുത്തിന് ഷോൾഡറിൻ്റെ തുമ്പ് കഴിഞ്ഞിട്ട് ഒരു 9 ഇഞ്ച് ഇറക്കാണ് കഴുത്തിന് കൊടുക്കുന്നത്. കണ്ടില്ലേ, ആടയാളോടെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വൈഡ് നമ്മൾ വെട്ടിട്ടത് നമുക്ക് അടിച്ച് കിട്ടാനുള്ള ആണ്. അപ്പോൾ അതിലും കുറച്ചും കൂടെ നീക്കിയിട്ട് വേണം നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചെടുക്കാൻ. കാരണം നമുക്ക് ആ വെട്ടിലൂടെയാണ് നമുക്ക് തയ്യൽ തുമ്പ് വരേണ്ടത് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ നീക്കി വരച്ചത്. അപ്പോൾ ഇതുപോലെ 2 അടയാളങ്ങൾ ഇട്ടിട്ട് നമുക്കിതൊരു സ്കെയിൽ വെച്ച് ചതുരത്തിലാക്കി എടുക്കണം. അതിന് മുൻപേ നമ്മൾ ക്യാൻവാസ് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാപ്ലർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്കെയിൽ വെച്ച് കണ്ടോ ഇതുപോലെ ഒന്ന് അതിന് സ്ക്വയറാക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളിതിൽ നമുക്ക് ഈ ഒരു ഡിസൈനാണ് അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഉണ്ട്, അപ്പോൾ വരച്ച് കാണിച്ചില്ല. ഈ ഒരു ഡിസൈനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമുക്ക് ആ ഒരു ഡിസൈനായി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കത് ഈ ക്യാൻവാസിൽ വരച്ചിടണം. ഉണ്ടല്ലേ, അപ്പോൾ ഇതുപോലെയാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വരച്ച കണക്കിന് വെട്ടണമെന്നൊന്നുമില്ല. നമുക്കത് കറക്റ്റായി കിട്ടുന്ന രീതിയിൽ വെട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്നും കൂടി സ്റ്റാപ്ലർ വെച്ചിട്ട് പുറത്ത് കൂടെ ഉള്ള വെട്ടാണ് ആദ്യം വെട്ടിയെടുക്കുന്നത്. അതിന് ശേഷം മാത്രമാണ് ഉള്ളിലൂടെയുള്ള വെട്ടുന്നത് കേട്ടോ. ഉണ്ടല്ലേ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും വെട്ടിയെടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നൂർത്തി നോക്കാം. കണ്ടില്ലേ, അപ്പോൾ ഇതുപോലെയാണുള്ളത്. ഇനി നമുക്കിതിനെ നമ്മളെ പീസില്ലേ, ബ്ലൗസ് പീസിൻ്റെ ഉൾവശത്ത് വെച്ച് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് ഒട്ടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ക്യാൻവാസിനെ നമ്മൾ ബ്ലൗസിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ റോസ് പീസ് വെച്ചിട്ടാണ് ഞാൻ അടിച്ച് മറയ്ക്കുന്നത്. ലൈനിങ്ങിൻ്റെ തുണി വളരെ കുറവാണ്. കറക്റ്റായിട്ട് ബ്ലൗസ് വെട്ടാനുള്ള തുണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ വേറെ പീസ് ഇട്ട് കൊടുക്കേണ്ടി വന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ പച്ച പീസ് തുണി തന്നെ പീസാക്കി ഇട്ട് കൊടുത്താൽ ഒന്നും കൂടെ ഭംഗി ഉണ്ടാവും നമുക്ക് ബ്ലൗസിൻ്റെ ഉൾവശവും കാണാൻ. അപ്പോൾ ഇതുപോലെ പിന്നൊക്കെ കുത്തി വെച്ച് നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ അടിച്ചെടുക്കാം. ഇങ്ങനെ തയ്ച്ചെടുക്കുമ്പോൾ ക്യാൻവാസിൽ കയറാതെ വേണം തയ്ക്കാൻ. ക്യാൻവാസ് ചാരി തയ്ച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് ആ നമ്മൾ വെട്ടിയെടുത്ത ഡിസൈന് കറക്റ്റായിട്ട് നമുക്ക് മറിഞ്ഞ് കിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്യുക. അതിന് ശേഷം പിന്നെ കൂരിയെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം വെട്ടാനിട്ടോ. തയ്യൽ തുമ്പ് വെട്ടിയിട്ട് നമുക്ക് വെട്ടിട്ട് കൊടുത്തിട്ട് വേണം മറിച്ചെടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണണം, നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തരാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടും വേണം കേട്ടോ. നല്ല നല്ല വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ ഇതുപോലെ കറക്റ്റാക്കി മടക്കിയിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. ക്യാൻവാസ് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല ഭംഗിയിൽ അത് കിട്ടും. അതുപോലെ കൈ വെച്ച് മടക്കിയിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് നമ്മളിതിൻ്റെ അരികെ ചാരി അടിക്കുക. വക്കിനൊരടി അടിക്കണം ആദ്യം. അപ്പോൾ ഇങ്ങനെ തയ്ക്കുമ്പോൾ നമ്മൾ ഉള്ളിലൊന്ന് ആ വെച്ച പീസില്ലേ അതിനുള്ളിൽ നിന്ന് നല്ലപോലെ വലിച്ച് ഭംഗിയാക്കി പിടിച്ചതിന് ശേഷം വേണം അടിക്കാൻ. അത് പുറത്തേക്ക് വരരുത് കേട്ടോ. അത് പച്ചത്തുണിയാണ് നമ്മൾ വെക്കുന്നുണ്ടെങ്കിലും അത് പുറത്തേക്ക് വരാതെ നല്ല ഭംഗിയാക്കി കറക്റ്റാക്കി പിടിച്ചിട്ട് വേണം തയ്ച്ച് പോരാൻ. അപ്പോൾ നമുക്ക് നമ്മൾ വെട്ടിയ ഡിസൈൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഉള്ളിൽ നിന്ന് നമുക്ക് പിടിച്ച് ചെയ്യാൻ കഴിയും. കണ്ടോ, അതുപോലെ കണ്ടോ നമ്മുടെ ബ്ലൗസിൻ്റെ കഴുത്തിൻ്റെ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് ഇപ്പുറത്ത് തന്നെ ഒരു ചവിട്ട് വീതിക്ക് നമുക്ക് 2ാമത്തെ സ്റ്റിച്ചിങ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും ചെയ്യാൻ. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് വെച്ച തുണിയില്ലേ അത് കാണിക്കുന്നില്ല. അത് ഉള്ളിലേക്ക് നമ്മൾ മടക്കി തുന്നി കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ആ പീസ് കറക്റ്റാക്കി വെട്ടിക്കളഞ്ഞ് തുന്നി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ കണ്ടോ, ഇതുപോലെയാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് ഭാഗം ഉള്ളത്. നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ചെയ്ത് നോക്കുക. നല്ല നല്ല വീഡിയോയുമായി ഞാൻ വരാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. വീണ്ടും വരാം. ബായ്.